പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ് നമ്മൾ വായിച്ചത്. നമ്മുടെ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് ഞാൻ വാതിൽ ആകുന്നു എന്നുള്ളതാണ്. പ്രൈസലോ. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സകലത്തിൻ്റെയും വാതിലെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ഈ വചനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യേശുവിനെ നിങ്ങളുടെ രക്ഷകനായി നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന സമയം, ഹല്ലേലൂയ, നിങ്ങൾ ദൈവത്തിൻ്റെ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽ പോലെ നിങ്ങളുടെ ഹൃദയം ദൈവത്തിൻ്റെ വാതിലായി തുറക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ സമാഗമന കൂടാരം എന്ന് പറയുന്നുണ്ടായിരുന്നു, അതിന് വാതിലുണ്ടായിരുന്നു. ആ വാതിലൂടെ നമ്മുടെ യഹോവയായ ദൈവം അകത്ത് പ്രവേശിക്കുകയും പുറത്തു പോവുകയും ചെയ്തു എന്നും അവിടെ ഹല്ലേലൂയ ഒക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെ കൂടാരവാതിൽ വഴിയായി ഉള്ളിൽ പ്രവേശിക്കുവാൻ ക്രിസ്തുവിന് നമ്മൾ അവസരം കൊടുക്കുമ്പോൾ, നമ്മുടെ ഹൃദയമാകുന്ന ആ കൂടാരത്തിൻ്റെ വാതിലിലൂടെ ക്രിസ്തുവിന് ഉള്ളിൽ പ്രവേശിക്കാൻ അവസരം കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പുതിയ അനുഭവങ്ങളെ പ്രാപിക്കാൻ കഴിയും. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും എന്നാണല്ലോ യേശു പറഞ്ഞത്. അവൻ അകത്തു വരികയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ലോകത്തിൽ അനവധി വാതിലുകളുണ്ട്. എല്ലാ വാതിലുകളും നമുക്ക് ശാശ്വതമല്ല, എല്ലാ വാതിലുകളും നമുക്ക് അനുകൂലമല്ല. പല വാതിലുകളും ദുർഘടങ്ങൾ നിറഞ്ഞതാണ്, പാപത്തിൻ്റെ വാതിലുകളാണ്. എന്നാൽ സാക്ഷാൽ വാതിലായിരിക്കുന്നത് യേശു ക്രിസ്തു മാത്രമാണ്. യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് അകത്ത് പ്രവേശിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയവാതിൽ തുറന്ന് നിങ്ങൾ യേശു വേണ്ടി കൊടുക്കണം. അപ്പം വാതിൽ മാത്രമല്ല, അവൻ വഴിയും ആകുന്നു എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ കർത്താവ് വാതിൽ മാത്രമല്ല, നമ്മുടെ കർത്താവ് വഴിയുമാകുന്നു എന്ന് പറയുക. അതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് അതിനെക്കുറിച്ച് ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. യേശു അല്ലെങ്കിൽ അവരോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അത് ഇവിടെ യേശു പറഞ്ഞ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അത് നമ്മുടെ ഹൃദയവാതിൽ തുറന്നു കൊടുത്ത് കഴിയുമ്പോൾ വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അവനാണ് ഏക വഴി, അവനാണ് ഏക സത്യം, അവനാണ് ഏക ജീവൻ. അതുകൊണ്ട് ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന സഹോദരി, നിങ്ങളുടെ ഹൃദയവാതിൽ തുറന്ന് നിങ്ങൾ യേശുവോട് കൊടുക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ, നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ചില നന്മകൾ, ചില അനുഭവങ്ങൾ, ചില സമാധാനങ്ങളെ നിനക്ക് അനുഭവിപ്പാൻ കഴിയും. ജീവിതം തകർന്നും സങ്കടപ്പെട്ടും ദുഃഖിച്ചും നിന്ദിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് പരസിക്കപ്പെട്ടും ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയാതെ നീ ഭാരപ്പെടുന്ന വ്യക്തിയാണോ? ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, സമാഗമന കൂടാരത്തിന്റെ വാതിലെന്ന് പറഞ്ഞുള്ള നിന്റെ ഹൃദയത്തിന്റെ വാതിൽ നീ തുറന്നു കൊടുത്ത് വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന കർത്താവിനെ, വാതിലാകുന്ന കർത്താവിനെ നിന്റെ ഹൃദയത്തിനകത്ത് ഇടം കൊടുക്കുന്നെങ്കിൽ നിന്റെ ഹൃദയത്തിനകത്ത് എല്ലാ ദുഷ്ടചിന്തകളെയും മാറ്റിക്കളഞ്ഞിട്ട് ഹല്ലേലൂയ നിന്റെ ഹൃദയത്തെ അവൻ ശുദ്ധീകരിക്കുക തന്നെ ചെയ്യും. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ഹൃദയവാതിൽ തുറന്നു കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചിട്ടില്ലാത്ത സമാധാനത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. വചനം പറയാണ്, മറ്റൊരുത്തിനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ലെന്ന് അപ്പോസ്തല പ്രവൃത്തി 4:12. അതെ, മറ്റൊരുവനിലും രക്ഷയില്ല, മറ്റൊരിടത്തും രക്ഷയില്ല, മറ്റാരിലും രക്ഷയില്ല, മറ്റെവിടെയും രക്ഷയില്ല. രക്ഷയ്ക്ക് ഏകമാർഗം കർത്താവായ യേശു ക്രിസ്തു മാത്രമാണെന്ന് പല ആവർത്തികൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടല്ലേ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, സമാഗമന കൂടാരത്തിന്റെ വാതിൽ വഴിയായി അകത്ത് പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്നത് യാഗപീഠമാണ്. ഹല്ലേലൂയ. ആദി യാഗപീഠത്തെ കാണുന്നു. അതുപോലെ തന്നെയാണ് കാൽവറി മലയിലുള്ള ഗോൽഗോഥ ക്രൂശിന് ഇത് അടയാളമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവിടെ യേശുക്രിസ്തു യാഗമായി തീർന്നു. അവനെ വിശ്വസിക്കുമ്പോൾ പാപക്ഷമയും രക്ഷിപ്പും നമുക്ക് പ്രാപിക്കാൻ കഴിയും. മാത്രമല്ല, ക്രിസ്തുവിനോടുകൂടി ഹല്ലേലൂയ ക്രൂശിൽ നാമം തറയ്ക്കപ്പെടുന്നു. ആ യാഗപീഠത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയാണ്.
നമ്മൾ ചിന്തിച്ചു നോക്കിയാട്ട് മാനകുലത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ മറ്റൊരു മാർഗവും ഇല്ലാതിരുന്നപ്പോൾ പിതാവായി ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചൊരു സ്തോത്രം. അതുകൊണ്ട് ആ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച രക്ഷയുടെ ആ മഹത്തായ അനുഭവം എത്ര വലുതാണ്. ഇന്ന് പകൽ വിവിധ സ്ഥലങ്ങളും വചനം കേൾക്കുന്ന ശ്രോതാവി, നീ മടങ്ങി വരണം. ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികമാണ്. ഈ ഭൂമിയിലെ ജീവിതത്തിന് അപ്പുറത്തൊരു ജീവിതമുണ്ട്. ഇവിടുത്തെ സുഖസൗകര്യങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ നീ നിത്യമായി നരകത്തിലേക്ക് പോകും. എന്നാൽ സമാഗമന കൂടാരത്തിന്റെ വഴിയായി പ്രവേശിക്കുമ്പോൾ അതിനുവേണ്ടി നിന്റെ ഹൃദയവാതിൽ തുറന്നു കൊടുത്ത് നിന്റെ ഹൃദയത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുമ്പോൾ കാൽവരി ക്രൂശിൽ നിനക്ക് വേണ്ടി ചോര നൽകിയ കർത്താവിന്റെ സാന്നിധ്യം നിന്റെ ഹൃദയത്തെ വെളിപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് റോമലേഖനം 12-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം പറയുന്നത്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിനെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിക്കുന്നതാണ്. അതെ, നമ്മൾ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. മാത്രമല്ല, രക്ഷയുടെ വഴിയായ പ്രാകാരത്തെ കടന്ന് അടുത്ത ഭാഗമായ സത്യവഴിയിലേക്ക് വരുമ്പോൾ അവിടെ പരിശുദ്ധ സ്ഥലം എന്ന് പാമേലിയ സ്തോത്രം സമാഗമന കൂടാരത്തെ പഠിക്കും കാണാൻ കഴിയുന്നുണ്ട്. അവിടെ നാം കാണുന്നത് 7 തിരികളുള്ള അല്ലെങ്കിൽ കുത്തുവിളക്കുകളെയാണ്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 4:5 കാണാൻ കഴിയും. 7 എന്നത് പരിപൂർണതയെ കാണിക്കുന്നു. വെളിപ്പാടിൽ 7 സഭകളെ കാണാൻ കഴിയും. 7 ദൂതന്മാരെ കാണാൻ കഴിയും. 7 മുദ്രകളെ കാണാൻ കഴിയും. 7 കോപകലശങ്ങളെ കാണാൻ കഴിയും. 7 ബാധകൾ എന്നെല്ലാം കാണാൻ കഴിയും. നിങ്ങളെ പൂർണ്ണതയിലേക്ക് വഴി നടത്തുവാൻ 7 ദീപങ്ങളെ അവിടെ വെച്ചിട്ടുണ്ട്. അതെ, നിങ്ങളെ പൂർണ്ണതയിലേക്ക് നടത്തുവാൻ, നിങ്ങളെ സത്യത്തിന്റെ പാതയിലേക്ക് നടത്തുവാൻ, നിങ്ങൾ ജീവനുള്ള വഴിയിലേക്ക് നടത്തുവാൻ, വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന യേശുക്രിസ്തു നിന്റെ ഹൃദയത്തിനകത്ത് പ്രവേശിപ്പാൻ നീ ഇടം കൊടുക്കുമ്പോൾ നിന്റെ ഹൃദയത്തിന്റെ മാലിന്യതകൾ മാറി നിന്റെ സങ്കടങ്ങൾ ദുഃഖങ്ങളെ മാറ്റി ദൈവം തന്നെ ജീവനുള്ള വഴിയിലേക്ക് കൊണ്ടുവരും. അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഈ കുത്തുവിളക്കിലുള്ള 7 വിളക്കുകൾ, കുത്തുവിളക്കിലുള്ള സമാഗമന കൂടാരത്തിൽ പരിശുദ്ധത്തിരിക്കുന്ന കുത്തുവിളക്കിലുള്ള 7 വിളക്കുകൾ, അത് 7 ആത്മാക്കളെ കുറിക്കുന്നു എന്ന് കാണാൻ കഴിയും. അതിന് പറയുന്നത് ഒന്ന് വിശുദ്ധിയുടെ ആത്മാവെന്ന് റോമാലേഖനത്തിൽ 1:5 കാണുന്നുണ്ട്. 2 രണ്ടാമത് നിത്യാത്മാവ് എബ്രായ ലേഖനം 9:14 കാണുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം ആശ്വാസത്തിന്റെ ആത്മാവെന്ന് യോഹന്നാൻ 14:16 കാണുന്നു. 4-ാമത്തെ കാര്യം സത്യത്തിന്റെ ആത്മാവെന്ന് യോഹന്നാൻ 14:16 അവിടെയും കാണാൻ കഴിയും. 5 സുപുത്രന്റെ ആത്മാവെന്ന് ഗലാത്യ ലേഖനം 6:7 ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവെന്ന് സ്തോത്രം 2 1:7 7-ാമത് കൃപയുടെയും യാചനകളുടെ ആത്മാവെന്ന് സക്രിയാവിന്റെ പുസ്തകം 12:10 കാണാൻ കഴിയും. അല്ലെങ്കിൽ ആ ഒരു നിലയിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി നമ്മുടെ ഹൃദയവാതിൽ തുറന്നു കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തെ വെളിപ്പെടും. അപ്പം വിശുദ്ധ സ്ഥലത്തിൽ ക്രിസ്തുവിനോട് കൂടി ആത്മീയ ഭക്ഷിക്കുന്നതിനാൽ മേശയ്ക്കരികിൽ വരുന്നു അത് ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ ഐക്യത്തിന് ഇടയാളമായി തീരുന്നു. അതെ, ക്രിസ്തുവിനുള്ള ഐക്യത്തിന് അടയാളമാണ്. അത് തന്നെയല്ല സ്തോത്രം, അവിടെ ദൈവത്തിന്റെ മഹത്വമേറിയ അനുഭവത്തെ നമുക്ക് ദർശിക്കാൻ കഴിയും. കർത്താവ് നിങ്ങളുടെ ആത്മീയ കണ്ണുകളെ പ്രകാശിപ്പിക്കും. വെളിപ്പാടുകളെ തന്ന് മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെ നിനക്ക് വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുക. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, വായിച്ച വചനം എന്താണ്? ഹല്ലേലൂയ. ആമീൻ. യേശു പറഞ്ഞു, ഹല്ലേലൂയ, ആമീൻ, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്തു വരികയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. സമാഗമന കൂടാരത്തിന്റെ വാതിൽ എന്ന് പറഞ്ഞതുപോലെ ആ വാതിലൂടെ കടക്കുന്ന പോലെ നിങ്ങളുടെ ഹൃദയമാകുന്ന വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ സമാഗമന കൂടാരത്തിലേക്ക് ദൈവസാന്നിധ്യം വെളിപ്പെടും. നിന്റെ ഹൃദയത്തിൽ ദൈവസാന്നിധ്യം വെളിപ്പെടുമ്പോൾ നിന്റെ അല്ലലുകളെല്ലാം മാറി നിന്റെ പ്രശ്നങ്ങൾ പാവശാപ രോഗം എന്ന് വിടിവിക്കുവാൻ തയ്യാകും. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെടാൻ നല്ല സമയം വചനം കേട്ടുകൊണ്ട് എല്ലാവരും ഏൽപ്പിക്കും. രോഗപാപത്തിന്റെ ചിന്തകളിട്ട് കർത്താവി ഹൃദയം തുറന്ന് കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാൻ എല്ലാ മാലിന്യം ജനം വിടിവിക്കപ്പെട്ട് രക്ഷയിലേക്ക് സമാധാന സന്തോഷത്തിൽ മടങ്ങി വരുവാൻ ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ.